വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അഭിനന്ദൻ വർത്തമാന്റെ സുരക്ഷയിൽ ആശങ്കയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ ജോലിയിൽ സ്ഥലം മാറ്റവുമുണ്ട്. പാക് സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിതനായി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന് സ്ഥലമാറ്റം. കശ്മീരിലെ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പടിഞ്ഞാറൻ മേഖലയിലെ എയർബേസിലേക്കാണ് അഭിനന്ദനെ സ്ഥലം മാറ്റിയതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നിലവിൽ ശ്രീനഗറിലാണ് അഭിനന്ദ് ഉള്ളത്. MiG-21 വിമാനം ഉപയോഗിച്ച് F-16 വിമാനം തകർത്ത ഏക പൈലറ്റാണ് അഭിനന്ദൻ വർത്തമാൻ അധികം വൈകാതെ യുദ്ധവിമാനങ്ങൾ പറത്തിയേക്കുമെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് സ്ഥലം മാറ്റം. ബംഗളൂരു ആസ്ഥാനമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് അഭിനന്ദന്റെ പരിശോധനാ റിപ്പോർട്ട് നൽകി. പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയെത്തിയ അഭിനന്ദൻ ഒട്ടേറെ പരിശോധനകൾക്ക് വിധേയനായിരുന്നു. പാക് കസ്റ്റഡിയിൽ 60 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് അഭിനന്ദൻ വർത്തമാൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ഇതിനു പിന്നാലെ അത്യാധുനിക പരിശോധനകൾക്കാണ് അഭിനന്ദൻ വിധേയനായത്. അഭിനന്ദന്റെ വാരിയലിനും നട്ടലിനും പരിക്കുള്ളതായി കണ്ടെത്തിയിരുന്നു. വിമാനങ്ങൾ പറത്താൻ അനുവദിക്കുന്നതിന് 12 ആഴ്ചകൾക്ക് മുൻപ് തന്നെ പരിശോധനകൾ പൂർത്തിയാക്കാറാണ് പതിവ്. വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണമായും മോചിതനാകുന്നതുവരെ വിശ്രമം അനുവദിക്കാറുണ്ട്. ആവശ്യമെങ്കിൽ US വ്യോമസേനയിൽ നിന്ന് വിദഗ്ധോപദേശം തേടും. ഫെബ്രുവരി 27-ന് ഇന്ത്യൻ അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാനെ F-16 വിമാനം MiG-21 വിമാനം ഉപയോഗിച്ച് അഭിനന്ദൻ തകർത്തിരുന്നു. പാകിസ്ഥാന്റെ പിടിയിലായ അഭിനന്ദന് വേണ്ടി പിന്നീട് രാജ്യം മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥനകൾക്കൊടുവിൽ ഇന്ത്യയുടെ നയതന്ത്രപരമായ ഇടപെടൽ വിജയം കാണുകയും അഭിനന്ദൻ വർത്തമാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയുമായിരുന്നു. ഏതായാലും വീണ്ടും അഭിനന്ദൻ ഒരിടവേളയ്ക്ക് ശേഷം വാർത്തകളിൽ നിറയുമ്പോൾ ഇത്തവണ അഭിനന്ദന്റെ സുരക്ഷയുടെ കാര്യത്തിലുള്ള ആശങ്കയാണ് പ്രധാനമായും ചർച്ചയായിരിക്കുന്നത്. ഒപ്പം അഭിനന്ദന് പടിഞ്ഞാറൻ മേഖലയിലെ എയർബേസിലേക്ക് സ്ഥലം മാറ്റിയുമെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.